പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു പ്രായം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഗ്രാമത്തിന്റെ ചൂടുള്ള കഥകളിലൂടെ തമിഴ് സിനിമയുടെ പ്രശസ്തി ലോകമെങ്ങും പടർത്തിയ സംവിധായകനാണ് അദ്ദേഹം. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ്. വിഖ്യാത സംവിധായകൻ ഭാരതിരാജയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടൻ മോഹൻലാലും. തുടരും എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചത് എക്കാലത്തും ഓർമ്മിക്കുന്ന ബഹുമതിയാണെന്നും മോഹൻലാൽ കുറിച്ചു. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മണ്ണിൽ കവിതയും നിശബ്ദതയിൽ സത്യവും ഓരോ ഫ്രെയിമുകളിലും ആത്മാവിനെയും കണ്ടെത്തിയ ഒരു സംവിധായകൻ ഭാരതിരാജ സാറിനൊപ്പം തുടരും എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നതിൽ ഞാൻ എല്ലാ കാലവും അഭിമാനിക്കുന്ന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു. താങ്കളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ സർ. താങ്കളുടെ പാരമ്പര്യം തലമുറകളെ പ്രചോദിപ്പിക്കുകയും താങ്കളുടെ സാന്നിധ്യം വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യും. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരുമിലാണ് ഭാരതിരാജ ഏറ്റവും ഒടുവിലായി വേഷമിട്ടത്. തുടരും എന്ന ചിത്രത്തിൽ പളനിസ്വാമി എന്ന വയോധികനായ സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിലാണ് അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും അലട്ടിയിരുന്നിട്ടും അദ്ദേഹം ആ വേഷം മനോഹരമാക്കിയിരുന്നു. മോഹൻലാലിനെ കാണാനും ഒരുമിച്ച് സമയം ചെലവഴിക്കാനും കഴിയും എന്ന് പറഞ്ഞായിരുന്നു ഭാരതിരാജ ചിത്രത്തിൽ വേഷമിട്ടതെന്ന് തരുൺമൂർത്തി പറഞ്ഞിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഭാരതിരാജയുടെ അന്ത്യം സംഭവിക്കുന്നത്. ഗ്രാമത്തിന്റെ ചൂടുള്ള കഥകളിലൂടെ തമിഴ് സിനിമയുടെ പ്രശസ്തി ലോകമെങ്ങും പടർത്തിയ സംവിധായകനാണ് അദ്ദേഹം. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. സിഗപ്പു റോജകൾ, നിഴൽകൾ, അലൈകൾ, ഒയ്വതില്ലൈ, മുതൽ മര്യാദ, കിഴക്കു ചീമയിൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള. അടുത്തിടെ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിൽ സ്റ്റണ്ട് മാസ്റ്ററിന്റെ വേഷത്തിലും ഭാരതിരാജ എത്തിയിരുന്നു. 2020 പുറത്തിറങ്ങിയ വീണ്ടും ഒരു മര്യാദ എന്ന ചിത്രമാണ് ഭാരതിരാജ അവസാനമായി സംവിധാനം ചെയ്തത്. 2004 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. ഭാര്യ ചന്ദ്ര ലീലാവതി, മക്കൾ ജനനി രാജ്കുമാർ, അന്തരിച്ച സംവിധായകനായ മനോജ് ഭാരതിരാജ. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അദ്ദേഹത്തിന്റെ മകനും നടനുമായ മനോജ് ഭാരതിരാജ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. അതിനുശേഷം വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണവാർത്തയിൽ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.